അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. കാരണം അദ്ദേഹം ആണ് വീണ്ടും ഈ ഒരു കേസ് പുനരന്വേഷിക്കണം, ഇതിന്റെ പിന്നിൽ മറ്റു പല ആളുകളുമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പാറക്കൽ അബ്ദുള്ള നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. അദ്ദേഹത്തിലേക്കാണ്. ശ്രീ പാറക്കൽ അബ്ദുള്ള, എന്തായാലും ഇപ്പോൾ ഈ കേസ് പുനരന്വേഷണം ആരംഭിച്ചു. അതിൽ ആദ്യത്തെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു പുനരന്വേഷണത്തിലേക്കൊക്കെ നയിച്ചത് താങ്കളുടെ അടക്കം ഇടപെടലിലൂടെയാണ്. അപ്പോൾ ഈ പുനരന്വേഷണം ആരംഭിച്ച ഒരു അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് എന്താണ് നിങ്ങൾക്ക് ഇനി ഈ കേസിലുള്ള പ്രതീക്ഷ? ഇതില് നിങ്ങൾ പറയുന്ന പുനരന്വേഷണം മാത്രമല്ല, ഈ കേസ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി മഹാവർഗീയത പ്രചരിപ്പിക്കുന്നു, അതിന് മുസ്ലിം ലീഗാണ് കൂട്ടുനിൽക്കുന്നത്, UDF ആണ് ഇതിന്റെ തലപ്പത്ത്, രാജ്യത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്, രണ്ട് സമൂഹങ്ങൾ തമ്മിൽ വലിയ കുഴപ്പത്തിലേക്ക് പോകും ഒരു തെരഞ്ഞെടുപ്പ് 4 വോട്ടിന് വേണ്ടി എന്ന് പ്രചരിപ്പിച്ചിട്ട് ഞങ്ങൾ ആ ദിവസം തന്നെ ഈ സ്ക്രീൻഷോട്ട് വന്ന് കണ്ട ആ സമയം ഞങ്ങൾ വടകര പോലീസ് സൂപ്രണ്ടിന്റെ അടുത്ത് പോയി മുഹമ്മദ് കാസിമിനെയും കൂട്ടി കാസിമിന്റെ ടെലഫോൺ സറണ്ടർ ചെയ്തു. എന്നിട്ട് SP ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാസിമിനെ അറസ്റ്റ് ചെയ്യണം, ഇത് ടെലഫോൺ പരിശോധിക്കണം, കുറ്റക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം, ഈ ടെലഫോണിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല കാഫിറിനെ കാസിമിനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ കസ്റ്റഡിയിൽ വെക്കണം. ഇതിനെതിരെ കാസിം എന്റെ പേരിൽ ഇങ്ങനെ കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. ആ കേസ് സ്വീകരിച്ചില്ല, അവിടെ പെൻഡിങ്ങിൽ വെച്ചു. ഞങ്ങള് വൈകുന്നേരം 6:30 മണി 7 മണിക്ക് വടകര സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. രാത്രി 9 മണി 8:30 മണി 9 മണിക്കാണ് CPM ഓഫീസിൽ നിന്ന് ഭാസ്കരൻ മാഷ് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കൊടുത്തു. അത് കാസിമിനെതിരെ നാട്ടിൽ വലിയ വർഗീയ കലാപം ഉണ്ടാക്കുന്ന രൂപത്തിൽ, കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന രൂപത്തിലുള്ള വലിയ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി രാജ്യത്ത് വലിയ കുഴപ്പത്തിലേക്ക് പോവാണ്. അതുകൊണ്ട് ഈ കാസിം എന്ന് പറയുന്ന ആളുകളെ 153A വകുപ്പിട്ട് അദ്ദേഹത്തെ ജയിലിൽ അടക്കണം. ആ വരി വിടാതെ ഇവര് കൊടുത്തത് എന്താണോ പരാതി, അതുപോലെ തന്നെ ഒരു അന്വേഷണം നടത്താതെ 153A ഇട്ട് കേസ് ചാർജ് ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും ആ കേസിലെ അന്വേഷണമാണ് ഇപ്പൊ നടക്കുന്നത്. മുൻപ് ഈ കേസിൽ അന്വേഷണം നടന്നുവല്ലോ, അന്നേരം ആ കേസ് ഒരു അട്ടിമറിക്കപ്പെട്ടു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കൃത്യമായിട്ടുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നല്ല, ആ കേസിൽ ഒന്നും കണ്ടെത്താൻ ഞങ്ങള് DGPക്ക് വരെ പരാതി കൊടുത്തു, ഞങ്ങൾ SP പരാതി കൊടുത്തു, ഞങ്ങൾ അതിനുശേഷം IG പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, എല്ലാവർക്കും പരാതി കൊടുത്തു. പക്ഷെ ഒരു മറുപടിയും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അവസാനം ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആണ് പോലീസിന്റെ കുഞ്ചിക്ക് പിടിച്ചു. പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു. കേസ് ഡയറി ഹാജരാക്കാൻ ഇവരെ കയ്യിൽ ഇവരൊരു അന്വേഷണം നടത്തിയിട്ടില്ല. അങ്ങനെ 410 നമ്പർ കേസാണ് രജിസ്റ്റർ ചെയ്തത്. ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഭാസ്കര മാഷ്. ഞങ്ങൾ 6 മണിക്ക് കൊടുത്ത കേസ് ഇവർ രജിസ്റ്റർ ചെയ്തില്ല. രാത്രി 9. പിന്നെ ഞങ്ങളെ കേസ് യൂത്ത് ലീഗുകാര് കൊടുത്തൊരു കേസുണ്ട്, അത് 411 രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് 410 നമ്പർ കേസിലാണ് ഇപ്പൊ പോലീസ് അന്വേഷണം നടത്തിയത്. ഇവരിങ്ങനെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി വലിയ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ പരാതിയുടെ പുറത്തുള്ള അന്വേഷണത്തിലാണ് ഇപ്പൊ ഇത് ഇവിടെ വരെ എത്തിയത്. നിങ്ങൾ കാണേണ്ടത് നിങ്ങളിപ്പോ പറയുന്നുണ്ട് സ്ക്വാഡ് എന്ത് സ്ക്വാഡാ ഇതിനുണ്ടായ? അതാണ് ആദ്യം വാട്സാപ്പ് കൂട്ടായ്മ വടകര സ്ക്വാഡ്. വടകര സ്ക്വാഡ് എന്ന് പറയുന്നത് വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം, ശൈലജ ടീച്ചറുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്ക്വാഡാണ്. ആ സ്ക്വാഡാണ് ഇത് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതില് മറുപടി പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്വം ശൈലജ ടീച്ചർക്കുണ്ട്. ഈ സ്ക്വാഡ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സാപ്പ് കൂട്ടായ്മ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി CPM രൂപീകരിച്ച, ഇടതുപക്ഷം രൂപീകരിച്ച സ്ക്വാഡാണ്, വാട്സാപ്പ് കൂട്ടായ്മയാണ്. അപ്പോ ഇവിടെ അത് മാത്രമല്ല, ഇവര് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഇവര് തന്നെ പ്രചരിപ്പിച്ചു. എന്നിട്ട് ലോക്കൽ പ്രസംഗം നടത്തി. CPMന്റെ ആളുകൾ എന്തൊക്കെയാ പ്രസംഗിച്ചത്? CPMന്റെ നേതാക്കന്മാർ മുഴുവൻ വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തി, നാട്ടിൽ കലാപം ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തി. എന്നിട്ടൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായും ഒരു എന്താ പറയാ മുൾമുനയിൽ നിർത്തുക. ഇവര് മഹാമോശക്കാരാണ്, ഇവര് വർഗീയവാദികളാണ്, ഇവർ നിസ്കരിക്കുന്നവർക്കും നോമ്പൊരിക്കുന്നവർക്കും അല്ലേ വോട്ട് ചെയ്യുള്ളൂ, ഇവര് കാഫർ എന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ അകറ്റി നിർത്തുകയാണ് എന്നുള്ള രൂപത്തിൽ വലിയ പ്രസംഗം നടത്തുകയാണ്, പ്രചരണം നടത്തുകയാണ്.
ഈ എവിടെ പുതിയ സർക്കാർ അധികാരത്തിലേറ്റപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഇത് പുനരന്വേഷണത്തിലേക്ക് പുതിയ കാര്യങ്ങൾ സർക്കാർ കടക്കുന്നത്. അതും നിങ്ങൾ കണ്ടത് കോടതി, ഹൈക്കോടതി ഈ കേസിന്റെ നിരീക്ഷണത്തിൽ 4-5 സിറ്റിംഗ് നടന്നു. അവസാനം മുൻസിഫ് കോടതിയിൽ ഞങ്ങളെ കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു 14 ദിവസം കൊണ്ട് പിന്നെ ഫോറൻസിക്കിന്റെ അന്വേഷണം വരട്ടെ. കാസിമിന്റെയും മറ്റാളെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യില്ല. എന്നിട്ട് നിങ്ങൾ മുൻസിഫ് കോടതിയിൽ പോയാൽ മതി. നിങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈക്കോടതിയിൽ വരാം. ഞങ്ങൾ മുൻസിഫ് കോടതിയിൽ പോയിട്ടൊന്നും ഒരു വിവരവും ഇല്ല. ഞങ്ങൾ പലതവണ പോയി, ഒരു സംഗതി അവിടെ നടക്കുന്നില്ല. അവസാനം നമ്മൾ കാണുന്ന കോടതിയെ പോലും പോലീസ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കുറച്ച് ഈ നിയമസഭാ ഇലക്ഷന്റെ ആഴ്ചകൾക്ക് മുമ്പ് കോടതി തള്ളിയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് വന്നു. വടകര തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവിടുത്തെ ചുമതല ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ, പാറക്കൽ അബ്ദുള്ള. ഞാൻ ചെയർമാനായിരുന്നു. ഞാൻ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നതും വലിയ തരത്തിലുള്ള വിവാദമാകുകയും ഒക്കെ ചെയ്യും. അത് മാത്രമല്ല ഇത് CPM-ന്റെ വാട്സാപ്പ് കൂട്ടായ്മ എന്നാ ഇത് മുഴുവൻ ഷെയർ ചെയ്തത്. വേറെ ഏതെങ്കിലും ഒരു UDF-ന്റെയോ മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ RMPI-യുടെയോ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് ഷെയർ ചെയ്യാ CPM-മാരാ, ഇടതുപക്ഷക്കാരാ? അപ്പൊ ഇത് മനഃപൂർവ്വം ഒരു പ്രദേശത്ത് കലാപം ഉണ്ടാക്കുക, എന്നിട്ട് 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാം. ഇവരെ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച് വന്ന് ചന്ദ്രശേഖരനെ കൊല ചെയ്യുമ്പോ KM ഷാജിക്കെതിരെ സിറാത്തിന്റെ പാലവും കൊണ്ടുവന്നു. പിന്നെ ഇവിടെ പേരാമ്പ്രയിൽ ഇപ്പോ തെഹ്ലിയക്കെതിരെ കൗമിന്റെ കുട്ടി എന്നും പറഞ്ഞു വന്നു. പിന്നെ വോട്ട് ചെയ്തവരെ എന്താ മോഡി പറഞ്ഞതിലും മോശമായിട്ടല്ലേ ബാലൻ പറഞ്ഞ എന്താ, സജി ചെറിയാൻ പറഞ്ഞ എന്താ, പേര് നോക്കിയാൽ അറിയാന്ന് പറഞ്ഞു. ഇങ്ങനെ വർഗീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ഒരു കമ്മ്യൂണിറ്റി എന്ന് മുൾമുന്നയിൽ നിപ്പിച്ച്, വിശേഷിച്ച് വടകര പോലുള്ള പ്രദേശത്ത് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളുകളാണ്. ആദ്യം ഈ ഒരു കേസ് വീണ്ടും പുനരാരംഭിച്ചപ്പോൾ റിബേഷ് രാമകൃഷ്ണന്റെ പേരായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിതിനിലേക്ക് അറസ്റ്റ് എത്തിയിരിക്കുന്നത്. ജിതിൻ ഒരു ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ്, കുറച്ചും കൂടി ഉയർന്ന ഒരു നേതാവാണ്. ഇതിന് പിന്നിൽ മറ്റു മുതിർന്ന നേതാക്കൾ, CPIM-ന്റെ നേതാക്കൾ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ അതൊന്നും ഇപ്പൊ പറയുന്നില്ല. അത് SIT കണ്ടെത്തട്ടെ, പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥര് കണ്ടെത്തട്ടെ. ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു മഞ്ഞമലയുടെ അറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയും ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയാൽ ഇത് കൃത്യമായി മനസ്സിലാവും. എല്ലാ കാലത്തും കുറെ കാലം മുമ്പേ പറഞ്ഞോട്ടെ, കോലീബി സഖ്യം ഇതുപോലെ തന്നെ നുണ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഏർപ്പാട് വടകരയിൽ എന്നും CPM പരീക്ഷിക്കുക. കാരണം എന്താ, വടകരയിൽ ഒരു കമ്മ്യൂണിറ്റിയെ ഭയപ്പെടുത്തിയിട്ട് അവർക്ക് അനുകൂലമായി നിൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോണം. ഇതൊക്കെ ഇന്ന് ജനം തള്ളിയല്ലോ. ഇവിടെ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് മാനുഷികമായ പരിഗണനകൾ, ആളുകൾക്കൊക്കെ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വെച്ച് CPM പറയുന്ന നെറികേട് മാത്രം വിശ്വസിച്ചിട്ട് ആളുകൾ ഇനി നിലപാട് സ്വീകരിക്കില്ല. അതിന്റെ തോൽവി, അതിന്റെ പരാജയമാണ് ഇപ്പൊ ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1,15,000 വോട്ട് ഷാഫി ഭൂരിപക്ഷം വാങ്ങുമ്പോ നിങ്ങൾ കണ്ട, അതിന്റെ മുമ്പ് K മുരളീധരൻ ജയിച്ചപ്പോൾ ഞാനായിരുന്നു പിന്നെ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ. 84,500 വോട്ടിന് മുരളീധരൻ ജയിച്ചു. അന്ന് ഇതൊന്നും കണ്ടില്ലാലോ. അതിന്റെ മുമ്പ് പിന്നെ ഇത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാർ മത്സരിച്ചിരുന്നു. അന്ന് ഞാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ. 55,000 വോട്ട് അന്ന് പിന്നെ മുല്ലപ്പള്ളി സാറ് വാങ്ങിയിട്ടുണ്ട്. 1,37,000, 1,40,000 വോട്ടിന് CPM ജയിക്കുന്നിടത്താണ് ആദ്യമായി മുല്ലപ്പള്ളി സാർ 55,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അന്ന് ഇതൊന്നും കണ്ടില്ലാലോ. അന്ന് മുല്ലപ്പള്ളി സാർ മത്സരിക്കുമ്പോ K മുരളീധരൻ സാർ മത്സരിക്കുമ്പോഴോ കാണാത്തത് ഷാഫി കോൺഗ്രസ്സുകാരനല്ലേ. മുല്ലപ്പള്ളി വന്നത് ത്രിവർണ പതാകയും കൈപ്പത്തി ചിഹ്നമാ. അതുപോലെ തന്നെ K മുരളീധരൻ സാർ വന്നതും ത്രിവർണ പതാകയും കൈപ്പത്തി ചിഹ്നമാ. ഷാഫി വന്നതും ത്രിവർണ പതാകയും കൈപ്പത്തി ചിഹ്നമാ. ഇവിടെ വ്യത്യാസം ആ പേര് മാത്രമാണ്. ആ പേരാണ് ഇവർ ഉപയോഗപ്പെടുത്തിയത്. അതായത് ഈ വടകരയിലെ അന്നത്തെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലായിരുന്നു. ഷാഫിക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ എന്നാണല്ലോ ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. അതൊരു കോൺഗ്രസ് നേതാവിന്റെ ഹാൻഡിൽ നിന്നല്ലാതെ ഒരു MSF നേതാവിന്റെ ഹാൻഡിലിൽ നിന്ന് പ്രചരിപ്പിക്കാനുള്ള പ്രചോദനം അതെന്തായിരുന്നു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. നിങ്ങൾ കാണേണ്ടത് ഈ നമ്മൾ ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്ത വടകര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ല.
60-65% മേലെ ഹൈന്ദവ സഹോദരന്മാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. 10-30-35% വരുന്ന മുസ്ലിങ്ങളെ ഉള്ളൂ. അവിടെ ഈ മഹാഭൂരിപക്ഷത്തെ പ്രകോപിപ്പിച്ചിട്ട് ഷാഫിക്ക് ജയിക്കാനാവോ? ശരി നിങ്ങളൊന്ന് ശരി ആലോചിക്കണം. അപ്പൊ ഇത് എല്ലാ കാലവും CPM ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നരേറ്റീവ്. വർഗീയാണെങ്കിൽ വർഗീയ, ജയിക്കാൻ എന്താ വേണ്ടത്? അങ്ങ് എന്തും ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല. അതിനൊരു അവസാനം വരണം. ഇവിടെ തെരഞ്ഞെടുപ്പ് ഇന്നും നാളെയെല്ലാം കഴിഞ്ഞു പോകും. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ഒട്ടാ കലാപം, ബോംബേറ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവിടെ നിങ്ങളെ വടകര താലൂക്കിൽ സ്വതവേ അമ്മമാരുടെ ഉമ്മമാരുടെ ഭയം എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പൊക്കെ വെച്ചാൽ ആരുടെ കയ്യാ ബാക്കിയാകുക, ആരുടെ കാലാ മുറിഞ്ഞു പോവുക, ആരുടെ വീടിനാ ബോംബ് വെക്കുക, ഏത് വീട്ടിനാ ബോംബ് എറിയുക. ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ വേറെ എവിടെയുള്ള. ഇങ്ങനെ എല്ലാ കാലവും CPM ഇങ്ങനെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനമാണ് വടകര. ഞാൻ മൊത്തം CPM പറയുന്നില്ല. ഞങ്ങൾ ഇപ്പൊ ജയിച്ചു വന്നത് CPM. ഞാൻ കുറ്റ്യാടി നേരത്തെ ജയിച്ചതും ഇപ്പൊ ജയിച്ചതിലെല്ലാം CPM വലിയ പങ്കുണ്ട്. നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. CPM മൊത്തം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ CPM ഒരു ക്രിമിനൽ സംഘം ചില ലീഡർഷിപ്പിന്റെ സഹായത്തോടെ സ്ഥിരമായി കളിക്കുന്ന ഒരു കളിയാണിത്. ശരി ശരി വളരെയധികം നന്ദി ശ്രീ പാറക്കൽ അബ്ദുള്ള. ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന് എന്തായാലും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് പുനരന്വേഷണം ഉണ്ടാകുകയും ആദ്യ അറസ്റ്റ് ഉണ്ടാകുകയും ചെയ്തത്. അതിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ പുനരന്വേഷണത്തിന് ഹർജി നൽകിയതൊക്കെ പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ആളുകളായിരുന്നു. അതിലാണിപ്പോൾ നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.